Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരോടും പറയട്ടെ, നമ്മുടെ 3 പ്രധാനപ്പെട്ട എക്സാമുകൾ ഇപ്പോൾ കഴിഞ്ഞു. 2 ഡിഗ്രി നിലവാരത്തിലുള്ള എക്സാമും കഴിഞ്ഞു. ദാറ്റ് മീൻസ് 2 ഘട്ടമായിട്ടുള്ള എക്സാമും കഴിഞ്ഞു. LDC പ്രിലിംസും കഴിഞ്ഞു, മെയിനും കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ഗ്രേഡ് എക്സാമും കഴിഞ്ഞു. പരീക്ഷയുടെ ഏകദേശം രീതിയൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. പൊതുവെ പരീക്ഷ പാറ്റേണുകളെല്ലാം മാറി, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എല്ലാം മാറി, പുതിയ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം നിങ്ങൾ പഠിക്കുമ്പോൾ പഠന രീതിക്ക് വലിയ മാറ്റം വരുത്താൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ഒരു ചോദ്യം ഒരു ഉത്തരം പഠിക്കരുത്. ഞാൻ ഇന്ന് മാത്രമല്ല, നമ്മുടെ പഴയ വീഡിയോ ക്ലാസ്സിൽ ഒരുപാട് മുന്നേ തന്നെ, ഒരു 5, 6, 7, 8 മാസം മുന്നേ തന്നെ നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും ഒരു ചോദ്യം ഒരു ഉത്തരം പഠിച്ചു പോകരുത്. അത് 4ാം ക്ലാസ് കുട്ടികൾ പഠിക്കുന്ന പോലെയാണ്. നിങ്ങൾ ഓരോ ടോപ്പിക്കും സബ്ജക്റ്റും കണ്ടന്റും അത് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിറങ്ങിപ്പോയി അത് വ്യക്തമായി മനസ്സിലാക്കി ആ ഡീറ്റെയിൽസ് ആക്കി ഒരു ചോദ്യം ഒരു ഉത്തരം അനുബന്ധ കാര്യങ്ങൾ, ഒരു ചോദ്യം ഉത്തരം ആ ഉത്തരങ്ങളുടെ അനുബന്ധ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകണമെന്ന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പല വീഡിയോ ക്ലാസ്സും. അതിനനുബന്ധമായിട്ട് തന്നെ നമ്മൾ 50ഓളം വീഡിയോ ക്ലാസ്സുകൾ നമ്മളങ്ങനെ ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത ഒരു ചോദ്യം, അതിന് ഉത്തരം, അതിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് 19ഓളം വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം, ഇനി വരുന്ന എക്സാമുകളെല്ലാം പാറ്റേണുകൾ ഇതേ രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇനി എങ്ങനെ പഠിക്കാം? ഒരു ചോദ്യം ഒരു ഉത്തരം പഠിക്കാതെ ഒരു ചോദ്യം ഉത്തരം പ്ലസ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കുകയെങ്കിൽ ഇനി നമുക്കത് ഗുണം ചെയ്യൂ, അല്ലെങ്കിൽ എല്ലാം വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. സോ അത് നോർമൽപ്പെടുത്തിയെന്ന് മാത്രം. അടുത്ത ക്ലാസ്സുകൾ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് അടുത്ത് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ക്ലാസ് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരവ് ചെലവ് കണക്കുകളാണ്, അല്ലെങ്കിൽ നികുതി പരിഷ്കാരമാണ്, അതല്ലെങ്കിൽ സാമ്പത്തിക സർവേയാണ്. ഇങ്ങനെ ഒരു 3-4 ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം, സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വന്നാക്കി കിട്ടണം. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പഠിക്കും. നമ്മൾ പൊതുവെ ഇങ്ങനെയല്ല പഠിക്കാറ്. പൊതുവെ സാധാരണ നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ പഠിക്കാറ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 112 ആണ്, അല്ലെ? 112 ആണ്. പിന്നെ ബഡ്ജറ്റ് എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത് എന്നാണ്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ്. ഇത്ര കാര്യങ്ങൾ പഠിച്ചു പോകാറുള്ളൂ. ഫിനാൻഷ്യൽ ധനകാര്യമന്ത്രിനെ അവതരിപ്പിക്കും, ഇത്രയേ ഉള്ളൂ. നമുക്ക് അങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ. സോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർത്തിക്കുക, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ മൊത്തം വരവ് ചെലവ് കണക്കുകളെ കുറിച്ചുള്ള ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചുള്ള ഒരു സാമ്പത്തിക പ്രസ്താവനയ്ക്കാണ് നമ്മൾ എന്ത് പറയാ? ബഡ്ജറ്റ് എന്ന് പറയാം. ആർട്ടിക്കിൾ 112 ആണ് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 112 പ്രകാരമാണ് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 112 ആണ്. ഇനി ബഡ്ജറ്റ് എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിലില്ല. നമ്മുടെ ഭരണഘടനയിൽ ബഡ്ജറ്റ് എന്ന വാക്കില്ല. ഇത് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന വാക്കാണ് നമ്മൾ ബഡ്ജറ്റിന് പകരം ഉപയോഗിക്കുന്നത്. അത് കറക്റ്റ് ആണ്, തെറ്റൊന്നുമല്ല. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു വർഷത്തെ സാമ്പത്തിക നടപ്പ് വർഷത്തെ വരവ് ചെലവ് കണക്കുകളുടെ പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ്, അതിനാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ബഡ്ജറ്റ് എന്ന വാക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പൊതുവെ നോക്കിയാൽ എല്ലാ വാക്കുകളും എവിടെ നിന്ന് കിട്ടുന്നു ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും ലാറ്റിൻ പദം എന്ന് പറയാം. ഇവിടെ ഓർത്തിക്ക് ലാറ്റിൻ പദമല്ല, ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് കിട്ടുന്നത്. എന്താണ്? ബോഗറ്റ്. കിട്ടിയ ബോഗറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് പദം. ലെതർ ബാഗ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്താ പറയാ? ലെതർ ബാഗ് എന്നർത്ഥമുള്ള ബൊഗറ്റ്. കിട്ടിയ ലെതർ ബാഗ് എന്ന ബൊഗറ്റ് എന്നർത്ഥമുള്ള, അല്ലെങ്കിൽ ബൊഗറ്റ് എന്ന ഫ്രഞ്ച് വാക്ക്, ലാറ്റിൻ വാക്കല്ല, ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഏത് വരുന്നത്? ബഡ്ജറ്റ് എന്ന പദം വരുന്നത്. ക്ലിയർ ആയില്ല? അപ്പോൾ ബഡ്ജറ്റ് എന്ന വാക്ക് ഇടുന്നത് ഏതാണ്? ഫ്രഞ്ച് വാക്ക്. ലെതർ ബാഗ് എന്നർത്ഥമുള്ള ബൊഗറ്റ് എന്ന് പറയുന്നത് ആ ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്. ഫ്രഞ്ച് ആണ് കേട്ടോ, ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന പദം കിട്ടുന്നത്. ക്ലിയർ ആയില്ല? അപ്പം അത്രയും കാര്യങ്ങൾ. ഇനി ബഡ്ജറ്റിന് പൊതുവെ 2 ഭാഗങ്ങളുണ്ട്. ബഡ്ജറ്റിന് പൊതുവെ 2 ഭാഗങ്ങൾ. ഏതാണ്? ആദ്യ ഭാഗത്ത് വരുന്നത് സാമ്പത്തിക സർവേ, പൊതുവായിട്ടുള്ള സാമ്പത്തിക സർവേയാണ് ബഡ്ജറ്റിന്റെ ആദ്യ ഭാഗത്ത് വരുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത് നികുതി ഘടനയാണ്. ബഡ്ജറ്റിന്റെ ആദ്യ ഭാഗത്ത് വരുന്നത് പൊതുവായിട്ടുള്ള സാമ്പത്തിക സർവേയും രണ്ടാം ഭാഗത്ത് വരുന്നത് പൊതുവെ ഏതാണ്? നികുതി ഘടന. അപ്പോൾ ബഡ്ജറ്റിന് പൊതുവെ 2 ഭാഗങ്ങളുണ്ടെന്ന കാര്യം ഓർത്തിക്കുക. 2 ഭാഗങ്ങളായിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ആദ്യ ഭാഗത്ത് പൊതുവെ സാമ്പത്തിക സർവേയും രണ്ടാമത്തെ ഭാഗത്ത് നികുതി ഘടനയെക്കുറിച്ചാണ് പൊതുവെ പറയാറ്. ഇനി എല്ലാ ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഫെബ്രുവരിയിലെ എല്ലാ അവസാനത്തെ വർക്കിംഗ് ഡേയ്സ് ആണ് പൊതുവെ ബഡ്ജറ്റ് അവതരിപ്പിക്കാറ്. പക്ഷേ 2017 മുതൽ അത് ഫെബ്രുവരി 1 മുതലാണ് ആരംഭിച്ചത്. അപ്പോൾ അത് ഫെബ്രുവരിയിലെ അവസാനത്തെ വർക്കിംഗ് ഡേയ്സേ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടുമെന്ന് ഒരു നിർബന്ധമില്ല, അങ്ങനെ ഭരണഘടനാ റൂൾസും ഇല്ല. പക്ഷെ അതൊരു കഷ്ടമാണ്. സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് മാർച്ച് ആയതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? ഫെബ്രുവരി അവസാനത്തെ ദിവസം പൊതുവെ അവതരിപ്പിക്കുന്നു. പക്ഷേ 2017 മുതൽ ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തി. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നാണ്? ആരാണ് ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്?
1860 ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടത്താണ്. ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾ ആരായിരുന്നു? ജെയിംസ് വിൽസൺ ആണ്. ആരാണ്? ജെയിംസ് വിൽസൺ. കിട്ടിയ? അപ്പോൾ മറക്കേണ്ട, ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അല്ലെങ്കിൽ പ്രസന്റഡ് ബൈ ജെയിംസ് വിൽസൺ ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ലോർഡ് കാനിങ് ഇൻ 1860. അപ്പോൾ 1860 ഇതിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിക്കുന്നത്. ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടത്തിൽ ആരാണ്? ജെയിംസ് വിൽസൺ ആണ് ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ അന്ന് കാലത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുക എങ്ങനെയായിരുന്നു? രണ്ട് ബഡ്ജറ്റും ഒരുമിച്ച്, ഏതൊക്കെ? റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ് അവതരിപ്പിച്ചത്. റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ് അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് എന്നാണ് ഇത് രണ്ടായിട്ട് തിരിഞ്ഞത്? 1921 ആക്വർത്ത് കമ്മീഷൻ. എന്താ പറയാ? 1921 ആക്വർത്ത് കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1924 എന്തുണ്ടായത്? റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ മറക്കണ്ട, റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റഡ് ഇൻ 1924 ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ആക്വർത്ത് കമ്മീഷൻ 1921. ക്ലിയർ ആയില്ലേ? അപ്പോൾ 1921 ആക്വർത്ത് കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1924 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും എന്താക്കിയത്? രണ്ടാക്കി മാറ്റിയത്. രണ്ട് രീതിയിലാക്കി മാറിയത്. റെയിൽവേ ബഡ്ജറ്റ് വേറെ അവതരിപ്പിക്കുന്നു, ജനറൽ ബഡ്ജറ്റ് വേറെ അവതരിപ്പിക്കും. പിന്നീട് അതിനുശേഷം ഇപ്പോൾ 2017 വീണ്ടും ഒന്നിച്ചു. 2017 ഫെബ്രുവരി 1, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റ് 2017 ഫെബ്രുവരി 1 മോഡി ഗവൺമെന്റ് 2017 ഫെബ്രുവരി 1 വീണ്ടും റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചു. ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരം? ബിബേക് ദിബ്രോയ് കമ്മിറ്റി പ്രകാരം. എന്താ പറയാ? ബിബേക് ദിബ്രോയ്. കിട്ടിയ? ബിബേക് ദിബ്രോയ് കമ്മിറ്റി ശുപാർശ പ്രകാരം വീണ്ടും റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചു. ക്ലിയർ ആയില്ലേ? അപ്പോൾ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്ത് ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരം 1924 കമ്മീഷൻ 24 സെപ്പറേറ്റ്. വീണ്ടും ബിബേക് ദിബ്രോയ് കമ്മിറ്റി ശുപാർശ പ്രകാരം ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും വീണ്ടും ഒരുമിച്ചു. അത് 2017 ഫെബ്രുവരി 1. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ആ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരായിരിക്കണം? ദാറ്റ് മീൻസ് ഇനി റെയിൽവേ ബഡ്ജറ്റ് ഇല്ല, രണ്ടും കൂടി ഒരുമിച്ചാണ് വരുന്നത്. ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒരുമിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ആ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആ അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളായിരുന്നു? റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു. മറക്കണ്ട, ആരാണ്? സുരേഷ് പ്രഭുവാണ് അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നമ്മുടെ അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്നു സുരേഷ് പ്രഭുവാണ്. ഇനി റെയിൽവേ ബഡ്ജറ്റ് വേറെ ഇല്ല. ഇനി രണ്ടും കൂടി ഒന്നിപ്പിച്ചതിന് ശേഷം, ഈ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചതിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾ ആരായിരുന്നു? അരുൺ ജെറ്റ്ലി. അന്നത്തെ നമ്മുടെ ധനകാര്യ മന്ത്രിയായിരുന്ന അരുൺ ജെറ്റ്ലിയാണ് രണ്ട് ബഡ്ജറ്റും ഒന്നിപ്പിച്ചതിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യ മന്ത്രിയാണ് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. എന്ന കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ അരുൺ ജെറ്റ്ലിയാണ് അവതരിപ്പിച്ചത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പൊതുവെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാ? ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? PC മഹേലാനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന വ്യക്തി. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? മൊറാർജി ദേശായിയാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 10 ബഡ്ജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിനുശേഷം പി ചിദംബരം 9 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 9 ബഡ്ജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 7 ബഡ്ജറ്റുകളാണ്. അതായിരുന്നു നമ്മുടെ CD ദേശ്മുഖാണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയാണ്, സംശയം വേണ്ട, 10. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് CD ദേശ്മുഖ് 7 അതേസമയം പി ചിദംബരം 9 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കാം. ഇന്ത്യയുടെ അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞാൽ സുരേഷ് പ്രഭു പറഞ്ഞു. ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരായിരുന്നു? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ദാറ്റ് മീൻസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ല ബ്രിട്ടീഷ് കാലത്തല്ല. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മലയാളിയായിരുന്നു. ആരാണ്? ഡോക്ടർ ജോൺ മത്തായിയാണ് ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അവസാനത്തെ ആള് സുരേഷ് പ്രഭു. ക്ലിയർ ആയാലേ? അരുൺ ജെറ്റ്ലി രണ്ടും കൂടി ഒന്നിപ്പിച്ച ശേഷം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മൊറാർജി ദേശായി, കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ആരാണ്? CD ദേശ്മുഖ്. അതിനു മുന്നേ 9 ആരും നിൽക്കുന്നുണ്ട്, പി ചിദംബരം നിൽക്കുന്നുണ്ട്. ഇനി ഇടക്കാല ബഡ്ജറ്റ് നമ്മൾ കേട്ടില്ലേ? ഇടക്കാല ബഡ്ജറ്റ് എന്ന ആശയം കൊണ്ടുവരുന്നത് നമ്മുടെ RK ഷൺമുഖം ചെട്ടിയാണ്. RK ഷൺമുഖം ചെട്ടിയാണ് ഇടക്കാല ബഡ്ജറ്റ് ആദ്യം എന്ന ആശയം കൊണ്ടുവരുന്നത്. പക്ഷേ ഇടക്കാല ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ആൾ ആരാണ്? നമ്മുടെ CD ദേശ്മുഖാണ്. ഇടക്കാല ബഡ്ജറ്റ് എന്ന ആശയം കൊണ്ടുവന്ന ആൾ
ആരാണ്? ഷൺമുഖൻ ചെട്ടിയാണ്, RK ഷൺമുഖൻ ചെട്ടിയാണ്. പക്ഷേ ആ ഇടക്കാല ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ആളാണ് CD ദേശ്മുഖാണെന്ന കാര്യം കൂടി ഓർത്തിക്കുക. അപ്പം ഇത്രയും നമുക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ചോദ്യങ്ങളാണ്, പഴയകാല ചോദ്യങ്ങളാണ്, കൺവെൻഷനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്, ഇടക്കാല ബഡ്ജറ്റ് കൊണ്ടുവന്ന ആശയം കൊണ്ടുവന്നത് ആര്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആര്, ഇതൊക്കെ പൊതുവെ എന്താണ്? കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് ആണ്, പഴയകാലത്ത് നിന്ന് ചോദിക്കുന്ന പോലെ ചോദ്യങ്ങൾ. അപ്പോൾ ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. ബട്ട് അതെല്ലാം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വേണമെങ്കിൽ വരാം. ചിലപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന തരുന്നു, അല്ലെങ്കിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യങ്ങൾ ഏത്, ശരിയായ കാര്യങ്ങൾ ഏത്, എന്നിട്ട് ഈ ഓപ്ഷനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സംഭവം പറഞ്ഞുതരാം. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എന്നിട്ട് അതിൽ കൊടുക്കുകയാണ് ബഡ്ജറ്റ് എന്ന പദം ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ലഭിച്ചത്. കറക്റ്റ് അല്ലേ? അടുത്തത് ബഡ്ജറ്റിന്റെ ആദ്യ ഭാഗം നികുതി ഘടനയെക്കുറിച്ച് പറയുന്നു. ബഡ്ജറ്റിന്റെ ആദ്യ ഭാഗം നികുതി ഘടനയെക്കുറിച്ച് പറയുന്നു. ബഡ്ജറ്റിന്റെ രണ്ടാമത്തെ ഭാഗം എന്താണ്? സാമ്പത്തിക സർവേയാണ്. ബഡ്ജറ്റിന്റെ രണ്ടാമത്തെ ഭാഗം സാമ്പത്തിക സർവേയാണ്. നാലാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു? റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്തത് ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ്. കറക്റ്റ്. 4 സ്റ്റേറ്റ്മെന്റ്. ഇനി അതിൽ തെറ്റായത് കണ്ടെത്തണം പറയുന്നു. 1, 2 ശരിയാണ്, 2, 3 ശരിയാണ്, അല്ലെങ്കിൽ 1 മാത്രം ശരിയാണ്, അല്ലെങ്കിൽ 3 മാത്രം തെറ്റാണ്. ഇങ്ങനെ വന്നാൽ ഏതായിരിക്കും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? നമ്മൾ പറഞ്ഞ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? മൂന്നാമത് പറഞ്ഞ പോയിന്റാണ്. ഏതാണ്? ബഡ്ജറ്റിന്റെ രണ്ടാം ഭാഗം സാമ്പത്തിക സർവേയാണ്. അല്ല, ബഡ്ജറ്റിന്റെ രണ്ടാം ഭാഗം സാമ്പത്തിക സർവേ അല്ല, ബഡ്ജറ്റിന് 2 ഭാഗങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ബഡ്ജറ്റിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം എന്താണ്? ആദ്യ ഭാഗം സാമ്പത്തിക സർവേയും പൊതുവായിട്ടുള്ള സാമ്പത്തിക സർവേയും. രണ്ടാമത്തെ ഭാഗമാണ് നികുതി ഘടനകളെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതാണ് ശരിക്കും ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട അതിനൊരു റിയൽ അതെന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്ന സംഭവം എന്താണ് എന്നുള്ള ഒരു രീതിയിൽ അതിൻ്റെ അർത്ഥം വരുന്ന സംഭവങ്ങൾ അതാണ്. ഇതെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഉള്ളറിഞ്ഞ് പഠിക്കുക. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചുള്ള സാമ്പത്തിക പ്രസ്താവനയാണ് ബഡ്ജറ്റ്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം പൊതുവായിട്ടുള്ള സാമ്പത്തിക സർവേ, രണ്ടാമത്തെ ഭാഗം നികുതി ഘടനയെക്കുറിച്ചും പറയുന്നു. അതിനുശേഷമാണ് മറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരാണ്, എന്നാണ്, ആരാണ്, അല്ലെങ്കിൽ എന്നാണ് ഇത് 2ആയിട്ട് വിഭജിച്ചത്. ആദ്യത്തെ ബഡ്ജറ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടത്താണ്. ആരായിരുന്നു? ജെയിംസ് വിൽസൺ ആണ്. തുടങ്ങിയ കാര്യങ്ങൾ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് വേണം? റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് 1921 ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരമായിരുന്നു. പക്ഷെ അത് 24 രണ്ടും കൂടി സെപ്പറേറ്റ്. വീണ്ടും രണ്ടും കൂടി ഒന്നിച്ചത് എന്നായിരുന്നു? 2017 ഫെബ്രുവരി 1 അല്ലേ? ഓക്കെ. രണ്ടും കൂടി ഒന്നിച്ചപ്പോൾ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരായിരുന്നു? അരുൺ ജെയ്റ്റ്ലിയാണ്. അതേസമയം ആദ്യ റെയിൽവേ ബഡ്ജറ്റ് ജോൺ മത്തായും, അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് എന്നാണ്? സുരേഷ് പ്രഭു എന്നുള്ള കാര്യം കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ഏറ്റവും കൂടുതൽ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആള് മൊറാർജി ദേശായിന് 10 അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച ആൾ CD ദേശ്മുഖാണ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ PC മഹേല നോബിസ് ആണ്. ഇടക്കാല ബഡ്ജറ്റ് നാശം കൊടുക്കുന്നത് RK ഷൺമുഖൻ ചെട്ടിയാണ്. പക്ഷേ ആദ്യത്തെ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾ CD ദേശ്മുഖാണ്. തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഫെബ്രുവരി ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഫെബ്രുവരിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അത് ഓർപ്പിക്കുക. പക്ഷേ അങ്ങ് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഭരണഘടനാ റൂൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ 2017 മുതൽ ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ചെയ്തു പോകുന്നത്. ഇതെല്ലാമാണ് നമ്മൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ പഠിച്ചു വയ്ക്കുക. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും മറക്കണ്ട. ഇതൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ബഡ്ജറ്റുമായി ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ PSC പഠിക്കുന്ന കുട്ടികളെ അവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു ഗൈഡൻസുകളോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9846298093 നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസുകളോ മറ്റു കാര്യങ്ങളോ പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് വളരെ ഭംഗിയായി കാണാൻ വേണ്ടി നമ്മൾ സൗകര്യം നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹിസ്റ്റോറിയയുടെ ആപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നത്. നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്കൊന്നും പോകണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നത്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ എല്ലാ ആഴ്ചകളും 3-4 വീഡിയോ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണുകയും പഠിക്കുകയും ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും